നീ പോയി ഒരു ബൊക്കെ മേടിച്ചിട്ട് വാ. നമുക്ക് എന്തിനാ ബൊക്ക? നീ പോയി വാങ്ങ്, ഒരാൾക്ക് കൊടുക്കാനാ. എനിക്ക് പറയാൻ വയ്യ, വേണമെങ്കിൽ നീ തന്നെ പോയി വാങ്ങിച്ചോ. ഒന്ന് ചെല്ലടാ, നീ വാങ്ങിട്ട് വാ. എന്തിനാടാ ചെക്ക? നീ ഒന്ന് പോയിട്ട് വാ. പോട്ടെ. എന്നെ ഒരു കട്ടുറുമ്പായിട്ടാണല്ലേ കാണുന്നത്? എന്താടി? കാശ് എടുത്തിട്ടില്ല. ബൈ, ഒരു മിനിറ്റ്. കാശ് നീ കേറിക്കോ. തുറക്കണോ? നോക്കിക്കോ പന്നി. ആയിരം വർഷം ജീവിക്കാൻ വരം വാങ്ങിയ വ്യക്തിയൊന്നുമായിരുന്നില്ല കുരുടി. വ്യക്തമായ ലക്ഷ്യങ്ങളുടെ പിൻബലങ്ങളില്ലാതെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഓരോ നിമിഷങ്ങൾ പിന്നിലേക്ക് പോകും തോറും അത് പല പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അവൻ്റെ രക്തമുണങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് ഞാൻ തീർത്തു. എനിക്കൊരു മകനുണ്ട്.
നമസ്കാരം സാർ. വൻതോതിലുള്ള ഈ കഞ്ചാവ് വേട്ടയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ നാളുകളായി കഞ്ചാവ് കൃഷി നടക്കുന്ന സൂചിക്കോട്ട എന്ന ഈ സ്ഥലം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിന്റെ പിന്നിലെ ശക്തികൾ ആരാണെന്നുള്ള സൂചന എന്തെങ്കിലും സാറിന് നൽകാൻ കഴിയുമോ? സാറേ, ഞാൻ വന്ന് കണ്ടോളാം. എടോ, ക്യാമറ കോപ്പൊക്കെ എടുത്ത് മാറ്റ്. വാടോ വാടോ, പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വാടോ. വേഗം വന്ന് വെള്ളം ഒഴിക്കുക. എടോ, അത് കത്തിത്തിരുന്നതിനും ഒന്ന് ചെല്ല്. ഇനി എങ്ങനെ വളരണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ബുദ്ധനോളമോ അതിനപ്പുറമോ എത്തിയ എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ലായിരുന്നു. നീണ്ട 16 വർഷം കൊണ്ട് ബുദ്ധൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാൽച്ചുവട്ടിൽ ഞാൻ ആക്കിയിരുന്നു. ഒരല്പം ഭാഗ്യവും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ ആർക്കും ചെന്നെത്താവുന്ന ഒരു വലിയ പർവ്വതം. അതിൻ്റെ ഉച്ചസ്ഥയിലായിരുന്നു ഞാൻ. ഏട്ടൻ ഇന്നലെ വന്നിരുന്നു. ഇനിയും നീട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അമ്മ ഇതാരുടെ കാര്യം പറയുന്നത്? വേറെ ആരുടെ കാര്യം ഞാൻ പറയാ? നിന്റെ ഗീതുവിൻ്റെയും തന്നെയാ. ഈ വരുന്ന ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് ജോത്സ്യർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരാളായിരുന്നു ഹരിയേട്ടൻ. പക്ഷെ ഇന്ന് ഹരിയേട്ടനാണ് എനിക്കെല്ലാം. അത് ഹരിയേട്ടൻ്റെ കാശൊന്നും കണ്ടിട്ടല്ല. ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം. അവസാനം വരെ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഹരിയേട്ടൻ. ആ ഹരി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ചിങ്ങത്തിലല്ലേ അമ്മ മുഹൂർത്തം പറഞ്ഞത്? ആ ആ ആരിത്? സച്ചി സാറോ? സാറെന്താ ഈ വഴിക്കൊക്കെ? പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കാണണ്ടേ? ഞാൻ സേതുവിനോട് പറഞ്ഞു പുള്ളിക്കുള്ള അവിടെ എത്തിച്ചോളാം. അതല്ല, ആളൊരു മുരടനാന്നാ കേട്ടത്. ഒന്ന് നേരിട്ട് പോയി കാണുന്നത് നന്നായിരിക്കും. ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. അപ്പോൾ പിന്നെ ഞാൻ താൻ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. വൈഫും പിള്ളേരും കാത്തിരിക്കും. ശരി, ഓക്കെ. സച്ചി, ഒരു മിനിറ്റ്. ഇത് കുട്ടികൾക്ക് കൊടുക്കണം. ഇന്നെന്താ ഭയങ്കര ഹാപ്പിയാണല്ലോ? അതങ്ങ് ഉറപ്പിച്ചു അല്ലേ? കമ്മീഷണർ അല്ലേ? സാറ് മീറ്റിങ്ങിലാണ്. മോളിൽ പോയി വെയിറ്റ് ചെയ്തോളൂ. ശരി. പാകിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൂചിക്കോട്ടയിൽ ഇന്ന് പുലർച്ചെ പോലീസും ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ 250 ഏക്കറോളം വനഭൂമി കഞ്ചാവ് കൊള്ളക്കാർ കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി.
ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബുബക്കർ, സേതുനാഥ്, നീരാളി എന്ന ജോസ്, ലാലു എന്ന ഹരിലാൽ തുടങ്ങിയവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മധ്യമേഖല DGP അറിയിച്ചു. ഇനി ഒരിടവേള. സച്ചി സച്ചി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രൈബറി. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ആവേശം കുറച്ചു കഴിഞ്ഞാലും വിട്ടുകളയരുത്. ഇവിടുത്തെ പ്രധാന ഡ്രഗ് ഡീലറാണ് വിഷ്ണുബുദ്ധൻ. രാഷ്ട്രീയത്തിലും പോലീസിലും അയാൾക്കുള്ള സ്വാധീനം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. To arrest him is not that much easy. We will get evidence, sir. എവിഡൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. അയാൾ അകത്തായാൽ മറ്റൊരു വിഷ്ണുബുദ്ധൻ ജനിച്ചിരിക്കും. സോ വൈപ്പ് ഔട്ട് all the links in this chain. നേരിട്ട് ബുദ്ധനെ അപ്രോച്ച് ചെയ്യേണ്ട. വി നീഡ് ആൻ അണ്ടർ കവർ ഓപ്പറേഷൻ.